ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നാളെ നവംബർ 14 ശിശുദിനമായി നാം ആഘോഷിക്കുകയാണ്. അപ്പോൾ ശിശുദിനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ക്വിസ് മത്സരത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്നതായിരിക്കും. ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, ബെല്ലൈക്കണും എനേബിൾ ചെയ്തോളൂ. ആദ്യത്തെ ചോദ്യം ഇതാണ്: ചേരിചേരാ പ്രസ്ഥാനം രൂപീകരിച്ചത് ഏത് വർഷം? ചേരിചേരാ പ്രസ്ഥാനം രൂപീകരിച്ചത് ഏത് വർഷം? ഉത്തരം 1961. ചേരിചേരാ പ്രസ്ഥാനം രൂപീകരിച്ചത് 1961. അടുത്ത ചോദ്യം ഇതാണ്: നെഹ്റു എത്ര വർഷമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത്? നെഹ്റു എത്ര വർഷമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത്? ഉത്തരം ഇതാണ്: 17 വർഷം. 17 വർഷമാണ് നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി പ്രവർത്തിച്ചത്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ജവഹർലാൽ നെഹ്റു തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജവഹർലാൽ നെഹ്റു തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ശരിയായിട്ടുള്ള ഉത്തരം ഇതാണ്: മുംബൈ. ജവഹർലാൽ നെഹ്റു തുറമുഖം സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. അടുത്ത ചോദ്യം ഇതാണ്: നെഹ്റുവിൻ്റെ ജീവിതത്തിലെ നിർണായക മുഹൂർത്തമായി നെഹ്റു വിശേഷിപ്പിച്ചത് എന്തായിരുന്നു? നെഹ്റുവിൻ്റെ ജീവിതത്തിലെ നിർണായക മുഹൂർത്തമായി നെഹ്റു വിശേഷിപ്പിച്ചത് എന്തായിരുന്നു? ഉത്തരം ഇതാണ്: ഗാന്ധിജിയെ കണ്ടുമുട്ടിയത്. ഗാന്ധിജിയെ കണ്ടുമുട്ടിയതാണ് നെഹ്റു തൻ്റെ ജീവിതത്തിലെ നിർണായക മുഹൂർത്തമായി വിശേഷിപ്പിച്ചത്. അടുത്ത ചോദ്യം: ജവഹർലാൽ നെഹ്റുവിനെ തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റുവിനെ തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരായിരുന്നു? ഉത്തരം ഇതാണ്: ഗാന്ധിജി. ജവഹർലാൽ നെഹ്റുവിനെ തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ഗാന്ധിജി ആയിരുന്നു. അടുത്ത ചോദ്യം നോക്കാം. മോത്തിലാൽ നെഹ്റുവിൻ്റെ അലഹബാദ് നഗരത്തിലുള്ള ഭവനം ഏതു പേരിലാണ് പ്രശസ്തമായത്? മോത്തിലാൽ നെഹ്റുവിൻ്റെ അലഹബാദ് നഗരത്തിലുള്ള ഭവനം ഏതു പേരിലാണ് പ്രശസ്തമായത്? ശരിയായിട്ടുള്ള ഉത്തരം ആനന്ദ ഭവനം. മോത്തിലാൽ നെഹ്റുവിൻ്റെ അലഹബാദ് നഗരത്തിലുള്ള ഭവനം ആനന്ദ ഭവനം എന്ന പേരിലാണ് പ്രശസ്തമായത്. അടുത്ത ചോദ്യം ഇതാണ്: ഭരണഘടനയുടെ ഏതു ഭാഗമാണ് നെഹ്റു തയ്യാറാക്കിയത്? ഭരണഘടനയുടെ ഏത് ഭാഗമാണ് നെഹ്റു തയ്യാറാക്കിയത്? ശരിയായിട്ടുള്ള ഉത്തരം ആമുഖം. ഭരണഘടനയുടെ ആമുഖമാണ് നെഹ്റു തയ്യാറാക്കിയത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത് ഏത് വർഷം? ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത് ഏത് വർഷമാണ്? ഉത്തരം ഇതാണ്: 1950 മാർച്ച്. 1950 മാർച്ചിലാണ് ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത്. ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമായ നവംബർ 14 ശിശുദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമായ നവംബർ 14 ശിശുദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? ഉത്തരം ഇതാണ്: 1964. 1964 മുതലാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമായ നവംബർ 14 ശിശുദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. ജവഹർലാൽ നെഹ്റു പ്ലാനറ്റോറിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജവഹർലാൽ നെഹ്റു പ്ലാനറ്റോറിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഇതാണ്: അലഹബാദ്. ജവഹർലാൽ നെഹ്റു പ്ലാനറ്റോറിയം സ്ഥിതി ചെയ്യുന്നത് അലഹബാദിലാണ്. അടുത്ത ചോദ്യം നോക്കാം. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷൻ ആര്?
കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷൻ ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷനാണ് ജവഹർലാൽ നെഹ്റു. അടുത്ത ചോദ്യം ഇതാണ്: അന്തർദേശീയ ശിശുദിനം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ്? അന്തർദേശീയ ശിശുദിനം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ്? ശരിയായ ഉത്തരം VK കൃഷ്ണമേനോൻ. അന്തർദേശീയ ശിശുദിനം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് VK കൃഷ്ണമേനോനാണ്. ഗാന്ധി സിനിമയിൽ നെഹ്റുവിൻ്റെ കഥാപാത്രം ചെയ്ത നടൻ ആര്? ഗാന്ധി സിനിമയിൽ നെഹ്റുവിൻ്റെ കഥാപാത്രം ചെയ്ത നടൻ ആരാണ്? ശരിയായ ഉത്തരം റോഷൻ സേത്ത്. റോഷൻ സേത്ത് ആണ് ഗാന്ധി സിനിമയിൽ നെഹ്റുവിൻ്റെ കഥാപാത്രം ചെയ്ത നടൻ. അടുത്ത ചോദ്യം ഇതാണ്: ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സർവകലാശാല ആരംഭിച്ച വർഷം? ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സർവകലാശാല ആരംഭിച്ച വർഷം? ഉത്തരം 1969. 1969 ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സർവകലാശാല ആരംഭിച്ചത്. നെഹ്റുവിൻ്റെ വിദേശനയം ഏത് പേരിൽ അറിയപ്പെടുന്നു? നെഹ്റുവിൻ്റെ വിദേശനയം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ശരിയായ ഉത്തരം ഇതാണ്: ചേരിചേരാ നയം. നെഹ്റുവിൻ്റെ വിദേശനയം അറിയപ്പെടുന്നത് ചേരിചേരാ നയം എന്നാണ്. ജവഹർ എന്ന അറബി പദത്തിൻ്റെ അർത്ഥം എന്ത്? ജവഹർ എന്ന അറബി പദത്തിൻ്റെ അർത്ഥം എന്താണ്? ശരിയായ ഉത്തരം ഇതാണ്: അമൂല്യമായ രത്നം. അമൂല്യമായ രത്നം എന്നാണ് ജവഹർ എന്ന അറബി പദത്തിൻ്റെ അർത്ഥം. അടുത്ത ചോദ്യം ഇതാണ്: നെഹ്റു ബാരിസ്റ്റർ പഠനം പൂർത്തിയാക്കിയത് എവിടെ വച്ച്? നെഹ്റു ബാരിസ്റ്റർ പഠനം പൂർത്തിയാക്കിയത് എവിടെ വച്ചാണ്? ഉത്തരം ലണ്ടൻ. നെഹ്റു ബാരിസ്റ്റർ പഠനം പൂർത്തിയാക്കിയത് ലണ്ടനിൽ വെച്ചാണ്. ഇന്ത്യയെ കണ്ടെത്തൽ ആരുടെ കൃതിയാണ്? ഇന്ത്യയെ കണ്ടെത്തൽ ആരുടെ കൃതിയാണ്? ഉത്തരം ഇതാണ്: ജവഹർലാൽ നെഹ്റു. ഇന്ത്യയെ കണ്ടെത്തൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ കൃതിയാണ്. അടുത്ത ചോദ്യം ഇതാണ്: ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നത് എന്ത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് അറിയപ്പെടുന്നത് എന്താണ്? ശരിയായ ഉത്തരം ഭരണഘടനയുടെ ആമുഖം. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നത് ഭരണഘടനയുടെ ആമുഖമാണ്. ജവഹർലാൽ നെഹ്റുവും അച്ഛൻ മോത്തിലാൽ നെഹ്റുവും ചേർന്ന് 1919 ആരംഭിച്ച വാർത്താപത്രം ഏത്? ജവഹർലാൽ നെഹ്റുവും അച്ഛൻ മോത്തിലാൽ നെഹ്റുവും ചേർന്ന് 1919 ആരംഭിച്ച വാർത്താപത്രം ഏതാണ്? ശരിയായ ഉത്തരം ഇൻഡിപെൻഡന്റ്. ജവഹർലാൽ നെഹ്റുവും അച്ഛൻ മോത്തിലാൽ നെഹ്റുവും ചേർന്ന് 1919 ആരംഭിച്ച വാർത്താപത്രമാണ് ഇൻഡിപെൻഡന്റ്. കൂട്ടുകാരെ, ഇനി നമുക്ക് നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ നോക്കാം. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏത്? നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാണ്? അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം നിങ്ങളെല്ലാവരും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതിനു മുൻപ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.